പാവ് ബജി ചിക്കൻ കണ്ടല്ല പിടിക്കാൻ പോവുകയാണ്. ഇതാണ് സാധനം. എന്നിട്ട് നമ്മൾ ഈ മസാല നമ്മൾ അതിലൂടെ മിക്സ് ചെയ്തെടുക്കും. ഇങ്ങനെയാണെങ്കിൽ എന്തോ ആയിരിക്കും ഇയാളുടെ ചിക്കൻ? हेलो भाई, मैं पाव भाजी में चिकन करता है. चिकन पाव भाजी है ना, ये वेजिटेबल वेज है ना, ये बीच में चिकन ऐड करते हैं. कैसा आएगा टेस्ट? अच्छा आएगा. थैंक यू. ഇവിടെ കുമ്പളിയുള്ള ഞാനൊരു ബ്ലോഗറാണ്. അപ്പോൾ നമ്മൾ ഈ പാവ് ബജി സാധാരണ വെജാണ് പാവ് ബജി. അപ്പോൾ ഞാൻ ഈ പാവ് ബജി ചിക്കൻ ആഡ് ചെയ്ത് എങ്ങനെയായിരിക്കും ടേസ്റ്റ് എനിക്ക് അറിയാം. ഉദ്ദേശം ഓക്കെ ഓക്കെ താങ്ക് യു. വെൽക്കം ടു മൈ ചാനൽ ബനാസ് ടൈം. ഞാൻ ഇന്നൊരു അതിമനോഹരമായ സ്ഥലത്താണ് നിൽക്കുന്നത്. പക്ഷേ ഗുഡ് ഈവനിങ്, ഞാൻ വൈകിട്ടാണ്. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പാവ് ബജി ചിക്കനാണ്. പാവ് ബജിയിൽ ചിക്കനാണ് ചെയ്യുന്നത്. വെജിറ്റബിളാണ് പാവ് ബജി, ഏറ്റവും കൂടുതൽ വെജിറ്റബിളാണ് ചെയ്യുന്നത്. പക്ഷേ ചിക്കൻ ഞാൻ ആഡ് ചെയ്തിട്ടൊരു പുതിയൊരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ ട്രൈ ചെയ്യണം എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. സവാള 1/2 കിലോ സവാള, 2 ക്യാപ്സിക്കം, 200 ഗ്രാം മല്ലിയില, 1/2 കിലോ തക്കാളി, നമ്മൾ നാരങ്ങ, പിന്നെ എരിയുള്ള മുളക് ഒരു ഏകദേശം ഒരു 10 എണ്ണം വരും. പിന്നെ പാവ് ബജി മസാല, ബട്ടർ, കുരുമുളക് പൊടി, ഉപ്പ്, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ മെയിൻ സാധനം ഇരിക്കുന്നത് ഇതാണ് കസൂരി മേത്തി. പിന്നെ ഇഞ്ചി, ഗാർലിക് പേസ്റ്റ്. ഒരു കോഴി, 2 കിലോ ഉള്ള ഒരു കോഴിയെ നമ്മൾ ഒരു 16 പീസായി കട്ട് ചെയ്ത സാധനം. ഇത്രയേ ഉള്ളൂ സാധനം. അപ്പം ചട്ടി ചൂടായി വരട്ടെ. അപ്പം ഞാൻ ചട്ടി നേരത്തെ കത്തിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള ഇതാണ്, ഇരുമ്പാണ്. ഇത് ഏകദേശം ചൂടായി വരാൻ ഒരു 10 മിനിറ്റ് എടുക്കും, 15 മിനിറ്റ് എടുക്കും. പതുക്കെ കത്തി ചൂടായി വരട്ടെ. അപ്പം ഞാൻ ഈ ചിക്കൻ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് മസാല റെഡിയാക്കി വെക്കാം. അതിന് വേണ്ടി ആദ്യം നാരങ്ങ നീര്, കുറച്ച് ലേശം നാരങ്ങ നീര്. നമ്മൾ ലേശം നാരങ്ങ നീരിൻ്റെ ആവശ്യമുള്ളൂ. ലേശം നാരങ്ങ നീര്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ലേശം മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ്, മസാല ലേശം വന്നിട്ട് അപ്പം മസാല പിടിക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ള പരിപാടി തുടങ്ങുന്നതായിരിക്കും. നമ്മൾ കട്ടിങ്ങിലോട്ട് പോവുകയാണ്. സവാള അല്ല കുനുകുന അരിയണം സവാള. ഇവിടെ നോക്കിയിട്ട് അപ്പോൾ അടുത്ത ക്യാപ്സിക്കം, അപ്പോൾ അടുത്ത തക്കാളി. മെയിൻ സാധനം മല്ലിച്ചപ്പ് എന്ന് പറയാം. മല്ലിച്ചപ്പ് ഇതാണ് നമ്മളെ പാവ് ബജിയുടെ മെയിൻ സാധനം. ഒരു 200 ഗ്രാമാണ് ഇടുന്നത്. കട്ട് ചെയ്യാൻ പോവുകയാണ്. എരിയുമ്പോൾ നമ്മുടെ തവ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടായിട്ടുണ്ട്. കാര്യം അര മിനിറ്റ് ഞാനിത് വെച്ചിട്ട് ഒരു 10-12 മിനിറ്റ് ആയി. ഇത് ഇത്രയും കട്ട് ചെയ്തിട്ടില്ലേ. ഇത് മൊത്തം കട്ട് ചെയ്യുന്ന സമയം വരെ ഞാൻ ഈ സാധനം തവ കത്തിച്ചിട്ടേക്കാണ്. കാര്യം ഈ തവയെന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള തവയാണ്. അത് നമുക്ക് ചൂടാവാത്തൊരു സമയം എടുക്കും. നമ്മളെ കല്ല് സൂപ്പറായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഇതായിട്ടുണ്ട്. മസാല നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. എല്ലാ പരിപാടിയും തുടങ്ങാൻ പോവുകയാണ്. ഫസ്റ്റിൽ ഞാൻ ബട്ടർ ചേർക്കുകയാണ്. തവയിലോട്ട് ബട്ടർ. തവ ഒരു സൈഡ് ചരിഞ്ഞാണല്ലോ ഇരിക്കുന്നത്. ലേശം ഓയിലൂടെ ചേർക്കാം. ഈ കുറച്ച് പൊടിയിട്ടുണ്ട്. നമുക്ക് ലേശം ഉപ്പ് ചേർക്കാം. ഇത് നമുക്കൊരു ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മസാല ഫുള്ള് വെന്ത് കലങ്ങിയൊന്നും വേണ്ട. ഒരു അരപ്പരുവത്തിന് മസാല ചേർക്കും. ഇതൊന്ന് റെഡിയായി വരട്ടെ. ഞാൻ ഇതൊന്ന് റെഡിയാവണമെന്ന് വെച്ചാൽ വേണ്ടി ഞാൻ കുറച്ച് നേരം ഇത് അടച്ചു വയ്ക്കും. അതിന് മുമ്പേ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് നല്ലപോലെ ഒന്ന് മിക്സായിട്ട് തീ കുറച്ച് നമുക്ക് ലേശം അതിൻ്റെ അടപ്പ് വെച്ച് അടച്ച് വയ്ക്കാം. കല്ലൊന്ന് വേവട്ടെ. കല്ല് കട്ടിയാണ്ട് എന്തായിരുന്നാലും ഇത് അരി പിടിക്കില്ല. ധൈര്യമായിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ്. നമ്മൾ വെജിറ്റബിൾ
ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ തുറക്കാൻ പോവുകയാണ്. കണ്ടോ? ഇതിൽ നമ്മൾ ചേർക്കാൻ പോണ സാധനം ഇതാ ഒന്ന് കണക്ക് ലേശം ഇത്ര മതി. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് സ്മാഷ് ചെയ്യണം. അതിന് വേണ്ടി ഞാൻ ലേശം തീ കുറയ്ക്കുകയാണ്. നല്ല മിക്സായിട്ട് ഇത് നമ്മൾ മസാല ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ പാവ് ബജീര മസാല വെജ് ഞാൻ ആദ്യം എൻ്റെ ഒരു സുഹൃത്തൂടെ ഉണ്ട്. അവൻ ഇതിന് പോവുകയാണ്, ഒരു മലയ്ക്ക് പോവുകയാണ്. അപ്പോൾ അവന് വേണ്ടി ഞാനൊരു വെജായിട്ട് നമ്മൾ ആദ്യം പാവ് ബജീൻ്റെ മസാല ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ആദ്യം തൽക്കാലം റെഡിയാക്കിയാണ്. അതിന് വേണ്ടി ഞാൻ കസ്തൂരി മേത്തി, ലേശം കുരുമുളക്, എരി ലേശം മുന്നിലാണ്, കുരുമുളക് ലേശം, പിന്നെ പാവ് ബജി മസാല, കാശ്മീരി ചില്ലി, ലേശം മഞ്ഞപ്പൊടി, ബട്ടർ, നമ്മളെ ഈ പാവ് ബജീര മസാല റെഡിയാണ്. നമ്മൾ സാറിന് കൊടുക്കാൻ അതിന് വേണ്ടി ഇതാ ഫിനിഷ് ചെയ്യാൻ പോകണതാ. മല്ലിയില ചേർത്തിട്ടുണ്ട്, ലേശം നാരങ്ങ നീര്. ഈ നാരങ്ങ നീരിൽ നിന്ന് ചെറിയ സാധനങ്ങൾ വീണിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ആവട്ടെ. ഈ സാധനം നിങ്ങൾക്ക് വീട്ടിലൊക്കെ ചെയ്താൽ പാവ് ബജിയായിട്ട് കഴിക്കാം, പാവ് ബജി ചിക്കനായിട്ട് കഴിക്കാം, കുട്ടികൾ ഉണ്ടായി കഴിക്കാം. ഇത് നമ്മൾ ചെയ്യണ ഈ വലിയ തവയിൽ ആവശ്യമൊന്നുമില്ല, ചെറിയ ഫ്രൈ പാൻ മതി. ഞാൻ പിന്നെ ഒരു ചിക്കൻ്റെ ഒരു ഡിഷ് കൂടെ ഒന്ന് നോക്കാം, ഇത് പരീക്ഷിച്ച് നോക്കിയാണ് എങ്ങനെ ഇരിക്കും നോക്കാം. ആ രീതിയിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നമ്മളെ സുഹൃത്തിന് കൊടുക്കാൻ വേണ്ടി 1 2 3 ബട്ടർ, ബട്ടർ, അപ്പം സാറേ നമ്മളെ സാറാണ്. സാറൊന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്യണം. അല്ല വെജേ കഴിക്കുള്ളൂ, പുള്ളി മലയ്ക്ക് പോകണേണ്. സാറ് കഴിച്ചിട്ട് നോക്കട്ടെ എങ്ങനെയാണ്. ശരി, ഒക്കെ പരിപാടി കിടക്കുകയാണ്. നമുക്ക് സാറിന് കൊടുത്തിട്ട് ചിക്കൻ്റെ പരിപാടി തുടങ്ങുള്ളൂ. സൂപ്പർ. ഓക്കെ, അടുത്ത പ്രാവശ്യം വീഡിയോ ചെയ്യുമ്പോൾ സാറിന് ഇത് കഴിക്കാം. സാർ മലയ്ക്ക് പോയിട്ട് വരണം. ഓക്കെ സാർ. അപ്പോൾ വെജ് ഇങ്ങനെയാണെങ്കിൽ എന്തോ ആയിരിക്കും ഇയാളുടെ ചിക്കൻ? ഓക്കെ സാർ. നോൺ വെജ് എന്തോ ആയിരിക്കും? ഓക്കെ സാർ, നമുക്ക് ട്രൈ ചെയ്യാം സാർ. അടിപൊളി. നമ്മളെ പാവ് ബജി ഞാൻ സൈഡിലോട്ടാക്കി വെച്ചിട്ടുണ്ട്. ലേശം എണ്ണ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. ലേശം തീ കൂട്ടുകയാണ്. നമ്മളെ ചിക്കൻ ഇതിൽ വാരി നിരത്തുകയാണ്. അപ്പോൾ ഈ സാധനം ലേശം അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ തിരിച്ചിടണം. ഒന്ന് ലേശം തിരിച്ചിട്ട് ഇതിൽ കിടന്ന് വേവിട്ട്, എന്നിട്ട് നമ്മൾ ഈ മസാല നമ്മൾ അതിലൂടെ മിക്സ് ചെയ്തെടുക്കും. അതാണ് എൻ്റെ പരിപാടി. ഇനി ചിക്കൻ്റെ വെള്ളവും ചിക്കനിലെല്ലാം ഊറി ഇറങ്ങി ഈ മസാലയിൽ പിടിക്കുമ്പം ഇത് വേറൊരു ടേസ്റ്റ് ആവും. ആ ടേസ്റ്റ് ആകുമ്പോൾ നമ്മളിത് ജസ്റ്റ് ചിക്കൻ പതുക്കെ ചെറിയ ഫ്ലേവറിലിരുന്നേ വേവുള്ളൂ, ചെറിയ തീയുള്ളൂ, കുറച്ച് തീയുള്ളൂ. ആ തീരുന്ന് വെന്ത് വരുമ്പോൾ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു കഴിക്കാൻ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും ടേസ്റ്റുള്ള സാധനമാണ് പാവ് ബജി മസാലയും പാവ് ബജി. നമ്മൾ പിടിക്കണത് പൊറോട്ടയും ചപ്പാത്തിയുടെ ഒന്നുമല്ല, അതേ ആ ബണ്ണിൻ്റെ കൂടെ തന്നെയാണ്. നമുക്ക് നോക്കാം എന്തായെന്ന്. ഒരു 10 മിനിറ്റായി വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ അടിയിലെല്ലാം പിടിക്കണമെങ്കിലാ. സംഭവം കണ്ടല്ല, ഇതാണ് പാവ് ബജി ചിക്കൻ. വേവുണ്ട്,
പക്ഷേ സംഭവം സെറ്റപ്പ് മണമാണ്, ഇത് അടിപൊളി മണമാണ്, സൂപ്പറായിട്ടുണ്ട്, സൂപ്പർ. നമ്മൾ ലേശം വലിയ പീസാണ് ഇട്ടേക്കുന്നത്, അതായത് നമ്മൾ 16 പീസാണ് ഇട്ടത്, വലിയ 16 പീസാണ്, വലിയ പീസാണ്. അപ്പോൾ ലേശം വേവാൻ കുറച്ച് താമസിക്കും, എങ്കിലും കുഴപ്പമില്ല, നല്ല മണം പറഞ്ഞുകൊണ്ട്. അതിൻ്റെ കാലെല്ലാം വിട്ടിട്ടുണ്ട്, കണ്ടല്ലോ, കാല് വിട്ടിട്ടുണ്ട്. ഇവിടെ കാലൊരാൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, സാറൊന്ന് നോക്കിയാണ്. ചിക്കനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. മുകളിലിട്ട് വേവിക്കുന്നുണ്ട്, ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. പാവ് ബജി ചിക്കൻ ഇപ്പോൾ റെഡിയാണ്. ഇനി നമ്മളിതാ ഇത് കണ്ടല്ലോ, സാധനം കണ്ടല്ലോ, ഉണ്ടല്ലോ, ഇതാണ് സാധനം. സെറ്റപ്പാണ്, സെറ്റപ്പ് അടിപൊളിയാണ്, റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. ഞങ്ങൾ കഴിച്ചിട്ട് ഈ വീഡിയോയിൽ ഇത് പറയും. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. സൂപ്പറാണ്, കാണാൻ തന്നെ അടിപൊളി ഭംഗിയല്ലേ. സംഭവം റെഡി ആയിട്ടുണ്ട്, കണ്ടല്ല, പാവബജി ചിക്കൻ കണ്ടല്ല, പിടിക്കാൻ പോവുകയാണ്. ഒരു സാറ് സ്വാമിയാണ്, ആദ്യമേ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ സാറിനോട് പിടിക്കും, പിന്നെ ഒരു സാറ് ക്യാമറ എടുക്കുന്നുണ്ട്, ആ സാറും പിടിക്കും. ബാക്കിയുള്ളത് നമ്മൾ പിടിച്ചിരിക്കും. വരൂ. ഒരാൾ കാല് വേണമെന്ന് പറഞ്ഞു, കാല്, അവൻ ഭയങ്കര ചിരിയാണ്, അവനെ ചിരിപ്പിക്കാൻ ഞാൻ ഉണ്ടല്ലോ. സാറത് കഴിക്കണം. വാ, കാലെടുത്തോ, കടി. കാലി ഞാൻ നേരത്തെ ചോദിച്ചു, കാലെടുത്ത് കടിക്കണ ഇങ്ങനെ സാറെന്ന് ചൂടാ, പിടിക്കാൻ പോലും വയ്യ. ഞാൻ എടുത്ത് കടിക്കോ സാധനം, ഞാൻ ഇങ്ങനെ അടി കണ്ടല്ലോ. ചിക്കൻ നല്ല വെന്തിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റ് പറ. സൂപ്പർ കേട്ടാ. ഇതാണ് യഥാർത്ഥ പാവ് ബജി സാറ് കഴിക്കുന്നത്. വെജ്, ഇത് നോൺ വെജ്. ഇതാണ്ടല്ലോ ആവി പറക്കണ സാധനം ഞാൻ എടുക്കും. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. ചെറിയ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. പാവ് ബജിയുടെ കൂടെ ആ നോർത്ത് ഇന്ത്യൻ അതേ ടൈപ്പിലുള്ള മസാലയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ കൂടെ മിക്സ് ചെയ്തു, നമ്മളെ ചിക്കൻ പെരട്ടിൽ കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് അവിയൽ പരം സൂപ്പർ സാധനമാണിത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.